പ്രിയ കലാസ്നേഹികളെ, UCMC നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഈ ചെറിയ കലോപകാരത്തിലേക്ക് നിങ്ങളെയേവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്. തമസ്സോമ ജ്യോതിർഗമയ മിനല്ലുലുമാത്തി ഇലന്നൂർ, മിനല്ലുലുമാത്തി ഇലന്നൂർ. അല്പം വെളിച്ചം തരൂ, അല്പം വെളിച്ചം തരൂ. ഒന്നും കാണാനില്ല, എന്നൊന്ന് സഹായിക്കണേ. എത്ര നാളായി ഈ ഇരുട്ടിലൂടെ നടക്കുന്നു. ഇവിടെ പ്രകാശം നൽകാൻ ആരുമില്ലേ? ആരുമില്ലേ ഇവിടെ? വെളിച്ചം വേണം പോലും വെളിച്ചം, വെളിച്ചം വേണം പോലും വെളിച്ചം. ഈ ഇരുണ്ട ലോകത്ത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്തമൂറ്റി കുടിക്കാൻ എന്ത് രസം! ഹായ്, എത്ര കുടിച്ചിട്ടും ദാഹം തീരുന്നില്ല. നമുക്ക് കുടിച്ചു കുടിച്ചിവിടെ ആർത്തുല്ലസിക്കാം. നമുക്ക് വേണ്ടി മനുഷ്യര് കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നു. അവനിലൂടെ നാം അവരുടെ രക്തം കുടിക്കുന്നു. വിഡ്ഢികളായ മനുഷ്യര് ഇതൊന്നും അറിയുന്നില്ല. നമുക്ക് ഈ സുന്ദരികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കാം. ഈ മനുഷ്യരിലൂടെ അവരെ പീഡിപ്പിക്കാൻ സുഖം. അവരെ കവർന്ന് അവരുടെ ശരീരം ആസ്വദിച്ച് വെട്ടിമുറിച്ച് ഓടുന്ന ട്രെയിനിന് മുന്നിലും ഓടുന്ന ബസ്സിലേക്കും അവരെ കൊണ്ട് തന്നെ വലിച്ചെറിയിപ്പിക്കാം. അത് കാണാൻ എന്ത് രസം! അവരുടെ കരച്ചിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ താരാട്ടുപാട്ടാവട്ടെ. അവരുടെ കരച്ചിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ താരാട്ടുപാട്ടാവട്ടെ. ഒരൊറ്റ ബോംബ് കൊണ്ട് എത്ര പേരാണ് കഷണം കഷണമായി പൊട്ടിത്തെറിച്ചത്. നമുക്ക് ഇനിയും ബോംബുകൾ എറിയാനുള്ള ശക്തി അവർക്ക് കൊടുക്കണം. ആ കബന്ധങ്ങളിലൂടെ, ആ രക്തപ്പുഴകളിലൂടെ നമുക്ക് നീന്തിക്കുളിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദാഹം തീർക്കാനും നീന്തിക്കുളിക്കാനുമുള്ള അരുവികളാട്ടെ ഈ മനുഷ്യരക്തം. ഈ ഇരുട്ടിന്റെ ലോകം നമുക്കെന്നും നിലനിർത്തണം. ഈ മനുഷ്യരെ എന്നും നമ്മുടെ അടിമകളായി നിർത്താനും നമുക്ക് കഴിയണം. വാ വാ, നമുക്ക് അർമാദിക്കാൻ സമയമായിരിക്കുന്നു. ഡൽഹി പീഡനം പ്രതി ആത്മഹത്യ, ഹൈദരാബാദ് സ്ഫോടനം, ബോംബ് സ്ഫോടനം, 16 മരണം. ട്രെയിൻ പീഡനം അന്വേഷണം നല്ല പീഡനമാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സ്വാതന്ത്ര്യ വിലവർമാണ് ഇപ്പൊ പീഡനം. വിലവർമ്മ ചായ എവിടെ എത്തിക്കാം? ചായ ഉണ്ട്. എന്തൊരിട്ട്! അല്പം വെളിച്ചം തരൂ. നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ കേൾക്കുന്നില്ലേ ആ ശബ്ദം? എൻ്റെ കാതടഞ്ഞുപോയി. എന്തൊരു ഭീകര ശബ്ദം! ഏതോ ഒരു കറുത്ത രൂപങ്ങൾ ഇവിടെ കറങ്ങി നടക്കുന്നു. നിങ്ങൾ കാണുന്നില്ലേ ആ രൂപങ്ങൾ? ഇന്നലെയും ഞാൻ അവരെ ഇവിടെ കണ്ടു. ഇന്നലെയും ഞാൻ അവരുടെ ശബ്ദം കേട്ടു. നിങ്ങൾ കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ നിങ്ങൾ? ഇല്ല ഇല്ല, ഞങ്ങളൊന്നും കേൾക്കുന്നില്ല. ഇയാൾക്ക് ഭ്രാന്താണ്. ത്വാഹ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ പിഞ്ചു ബാലികമാരുടെയും യുവതികളുടെയും ആർത്തനാദങ്ങൾ കേട്ടില്ലേ?
അവർ പിശാചുക്കളായിരുന്നു. പിശാചുക്കളാണ് അവരെ കൊണ്ടത് ചെയ്യിച്ചത്. മനുഷ്യരുടെ ശരീരത്തിൽ കയറിക്കൂടിയ പിശാചുക്കൾ. പത്രവാർത്തകളിൽ നിങ്ങൾ വായിച്ചില്ലേ? അത് ഇരുട്ടിന്റെ മറവിൽ പിശാചുക്കൾ മനുഷ്യരെ കൊണ്ട് ചെയ്യിച്ച വാർത്തകളാണ്. പിശാച് എപ്പോഴും മനുഷ്യന്റെ ശത്രുവായിരുന്നു. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ. അല്ലാഹു മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, ഞാൻ ഈ ഭൂമിയിലേക്ക് പ്രതിനിധിയായി അയച്ച മനുഷ്യന് സുജൂദ് ചെയ്യൂ. പക്ഷേ ഇബ്ലീസ് മാത്രം അല്ലാഹുവിന്റെ ആ ആജ്ഞ ലംഘിച്ചു. ആ ഒരു ഒറ്റ കാരണത്താൽ തന്നെ പിശാച്, അതായത് ഇബ്ലീസ്, അല്ലാഹുവിന്റെ ശാപത്തിന് പാത്രീഭൂതനാവുകയും എന്നേക്കുമായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അവനെ അയക്കുകയും ചെയ്തു. ആ സമയത്ത് പിശാച് ചെയ്ത ഒരു ശപഥമായിരുന്നു, നിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയായ മനുഷ്യനെ ഞാൻ ഭൂമിയിൽ അവന്റെ എല്ലാ ശ്വാസത്തിലും എല്ലാ ഉറക്കിലും അവന്റെ എല്ലാ ഉണ്മയിലും ഞാൻ പിന്തുടരും. അങ്ങനെ അവനെ എത്തിച്ചേരേണ്ടതായ ആ സ്വർഗത്തിൽ നിന്ന് ഞാൻ അവനെ നിഷേധിക്കും. ഞാൻ പോകുന്ന നരകത്തിലേക്ക് ഞാൻ അവനെ കൊണ്ടുപോകുമെന്ന പിശാചിന്റെ ശപഥം അത് നടപ്പിൽ വരുത്തുകയാണ് പിശാച്. മനുഷ്യൻ അത് തിരിച്ചറിയേണ്ടതുണ്ട്. അവനെ തിരിച്ചെത്തേണ്ട സ്ഥലം സ്വർഗമാണ്. സ്വർഗത്തിലേക്കുള്ള പാത അള്ളാഹു കാണിച്ചു തരുന്ന പാതയാണ്. അത് തഖ്വ എന്ന പടച്ചട്ട അണിഞ്ഞുകൊണ്ട് പിശാചിന്റെ ദുർമന്ത്രണങ്ങളിൽ നിന്നും രക്ഷ പ്രാപിച്ചുകൊണ്ട് അവൻ ആ വഴിയിലേക്ക് പോകേണ്ടതുണ്ട്. മനുഷ്യന്റെ ചില ദുർവികാരങ്ങളെ പിശാച് എപ്പോഴും അവന്റെ സ്വർഗം തടയുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോപം. കോപം വരുന്ന സമയത്ത് മനുഷ്യൻ തന്റെ സൽപാന്താവിലേക്കുള്ള മാർഗം മറന്നു പോവുകയും തെറ്റായ രീതിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഇത്രമാത്രം നിങ്ങളോട് ഉപദേശിച്ചുകൊണ്ട് നേരായ പാതാവിലൂടെ നിങ്ങൾ നയിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വെളിച്ചം 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 എന്നെ തേടി വന്നിരിക്കുന്നു. വെളിച്ചം എന്നെ തേടി വരുന്നു. വെളിച്ചം വെളിച്ചം നമ്മെ തോൽപ്പിക്കാൻ ആരോ ഇവിടെ വന്നിരിക്കുന്നു. എനിക്ക് ദാഹിക്കുന്നു, രക്തം തരൂ. ഞാൻ പറയുന്നതനുസരിക്കാൻ ഒരൊറ്റ മനുഷ്യനെയും കിട്ടുന്നില്ലല്ലോ. എന്റെ കാലുകൾ തളരുന്നു, കൈകൾ വിറയ്ക്കുന്നു, എനിക്ക് അനങ്ങാൻ പോലും കഴിയുന്നില്ല. ഞാൻ അശക്തനാണ്. വയ്യ വയ്യ. വെളിച്ചം വെളിച്ചം വെളിച്ചം. ഇരുളടഞ്ഞ ഈ ലോകത്തിൽ നിന്നും നമുക്ക് മോചനം ലഭിച്ചിരിക്കുന്നു. നമുക്ക് മോചനം ലഭിച്ചിരിക്കുന്നു. അതെ, മോചനം ലഭിച്ചിരിക്കുന്നു. ഇനി വരെ ഇവിടെ വളരാൻ അനുവദിച്ചുകൂടാ. അവരത് ജയിക്കാൻ ഒരൊറ്റ വഴി മാത്രം, ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക. അതാണ് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള ഏക മാർഗം. അതെ, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്. മിനൽ ളുലുമാത്തി ഇലന്നൂർ, മിനൽ ളുലുമാത്തി ഇലന്നൂർ.